ഈ വീഡിയോയിൽ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമേ തന്നെ പറയാനുള്ളത്, ഖത്തറിലേക്ക് ഇന്നലെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം, ഏതാണ്ട് 20ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. അതിലേറെ നൂറുകണക്കിന് ഡ്രോണുകളും ഉപയോഗിച്ചതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഇറാൻ നടത്തിയ ഈ ഒരു മിസൈൽ വിക്ഷേപണം, അതേപോലെ മിഡിൽ ഈസ്റ്റിൻ്റെ സൈഡിൽ ഉണ്ടായ ടെൻഷനും അമേരിക്കയുടെ റെസ്പോൺസും എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതൊരു നാടകമാണോ എന്നൊക്കെ, ഓൾറെഡി തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്തു വെച്ച വിഷയമാണോ എന്നൊക്കെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രംപ് ഒരു നൊബൽ പ്രൈസിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു പോസ്റ്റർ വെക്കാം എന്നുള്ളത് നോക്കുക. ഇതിനകത്ത് വേൾഡ് വാർ 3 ഞാൻ സർവൈവ് ചെയ്തിരിക്കുകയാണ് എന്നാണ് ട്രംപിൻ്റെ ആ ഒരു AI ഇമേജ് ആണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു AI ഇമേജ് ആണ്. അതായത് ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിട്ട് ട്രംപിനെ ഒന്ന് ഉയർത്തി കാണിക്കുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് മോക്കിംഗ് ഇമേജ് ആണ്, AI ഇമേജ് ആണ്. ഈ ഖത്തറിലുള്ള ബേസ് എന്ന് പറഞ്ഞാൽ അത് മിഡിൽ ഈസ്റ്റിലുള്ളതിൽ തന്നെ ഏറ്റവും വലിയ ബേസ് ആണ്. ഏറ്റവും വലിയ ബേസ് എന്നുള്ളതിലുപരിയായിട്ട് അവിടെ ഏതാണ്ട് 10,000-ലധികം US സോൾജേഴ്സ് സ്റ്റേ ചെയ്യുന്ന ഒരു ബേസ് ആണ്. 2006 തുടക്കം കുറിക്കുകയും 2009 ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് തന്നെ ഇത് ഖത്തറിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഈ എയർബേസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഖത്തറിനുള്ളിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു എയർബേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ US സെൻകോം ഉണ്ട്. അതായത് ഈ സെൻട്രൽ കമാൻഡിങ് യൂണിറ്റ്, അതായത് പെൻറ്റഗണിൽ പ്രവർത്തിക്കുന്ന, പെൻറ്റഗണിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇവർക്ക് കമാൻഡ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഖത്തറിൽ നിന്നും കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു മിനി സെൻകോം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഖത്തറിൻ്റെ ബേസിൻ്റെ പ്രത്യേകത. അപ്പോൾ അവിടെ നിന്ന് കമാൻഡ് യൂണിറ്റ്, അവിടെ നിന്ന് കമാൻഡ് കൊടുക്കാൻ സാധിക്കും. അത് ലോകത്തെ എല്ലാ സ്ഥലത്തുള്ള ബേസുകളെയും അവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അതാണ് ഈ ഖത്തറിൻ്റെ ബേസിൻ്റെ പ്രത്യേകത. ഖത്തറിൻ്റെ ഉള്ളിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ ശരിക്കും പൊതുജനങ്ങളൊക്കെ ഭീതിയിലായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഗവൺമെന്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുന്നതോ ഡിപ്ലോമാറ്റിക് ഡയലോഗ്സോ ഇതൊന്നും തന്നെ ജനങ്ങൾ അറിയുന്നില്ല, പൊതുജനങ്ങൾ. പിന്നെ ആകെക്കൂടെ ഒരു ചെറിയ രാജ്യം. നേരം വെളുത്തപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ട്രംപ് സീസ് ഫയറിന് വേണ്ടിയിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ രാത്രി തന്നെ നമ്മൾ അറിഞ്ഞു സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ളൊരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ അതായത് ഇതിനകത്ത് ഇസ്രായേലോ ഇറാനോ സീസ് ഫയറിന് വേണ്ടിയിട്ട് മുതിർന്നിട്ടില്ല. പിന്നെ ട്രംപിൻ്റെ അടുത്ത് ആരാണ് സീസ് ഫയർ പ്രപ്പോസലുമായിട്ട് മുന്നോട്ട് പോയത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഖത്തറാണ് സീസ് ഫയറിൻ്റെ റിക്വസ്റ്റുമായിട്ട് പോയത്. അതായത് ഈ ഒരു അവസരം മുതലാക്കി എങ്ങനെയെങ്കിലും ഇറാനെയും കൺവിൻസ് ചെയ്ത് ഇസ്രായേലെയും കൺവിൻസ് ചെയ്ത് ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള നിലയിൽ ഖത്തറാണ് ഈ ഒരു പ്രപ്പോസൽ വെച്ചതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മൊത്തത്തിൽ അൺസർട്ടനിറ്റി ആ രീതിയിൽ ഉണ്ടായിരുന്നു. ശരിക്കും രാത്രി ഭയങ്കര പ്രഷർ തന്നെയായിരുന്നു. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങിയത്. ഖത്തർ അവരുടെ എയർ സ്പേസ് ഒക്കെ നേരത്തെ കൂട്ടി തന്നെ അടച്ചിരുന്നു. അതായത് ട്രംപ് സീസ് ഫയറിൻ്റെ പ്രഖ്യാപനം പുള്ളിയുടെ ട്രൂത്തിൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വെക്കാം, നിങ്ങൾ വായിച്ചു നോക്കൂ, ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഫസ്റ്റ് റെഡ് ലൈൻ വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇറാനും ഇസ്രായേലും സീസ് ഫയറിന് സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു പോസ്റ്റിലൂടെ അവർക്ക് നന്ദി പ്രകടനം അറിയിച്ചുകൊണ്ട് ഇറാനെ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ, അമേരിക്ക അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും പ്രോസ്പെറിറ്റി വരട്ടെ എന്നുള്ള രീതിയിൽ ഏകദേശം ഒരു പ്രീസ്റ്റ് എന്നുള്ള നിലയിൽ തന്നെ എത്തി ട്രംപ്. ആ രീതിയിൽ സമാധാന പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി ആ പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റ് ഇടുമ്പോഴും IDF ട്വീറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ്റെ വിവിധ മേഖലകളിൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പോസ്റ്റൊക്കെ IDF ഇടുന്നുണ്ട്, മൊസാദ് ഇടുന്നുണ്ട്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ട്രംപ് ഈ പോസ്റ്റ് ഇടുന്നത്. ശരിക്കും ഇസ്രായേലും ട്രംപിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല, ഇറാനും ട്രംപിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. ഇതാണ് സംഭവിച്ചത്. ഞാൻ ഇവിടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യാം, ഇത് നിങ്ങൾ നോക്കണം. ഇത് ഞാൻ എൻ്റെ 2 വീഡിയോകൾക്ക് മുമ്പ് തന്നെ ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് നെതന്യാഹു ജസ്റ്റ് വി ആർ ഓൾമോസ്റ്റ് എൻഡ് ഓഫ് വാർ അതാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറാനിൽ ചെയ്യേണ്ട അച്ചീവ്മെന്റ്സ് ഒക്കെ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു. എനിക്ക് 2 ദിവസം വിത്തിൻ 2 ഡേയ്സിൽ ഇറാന്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് നെതന്യാഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേൽ എയിം ഉള്ളത് ഇറാന്റെ ഉള്ളിൽ ചെയ്യേണ്ട പണി ചെയ്ത് തീർത്തിരിക്കുകയാണ്. ഇനി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇറാൻ ഇങ്ങോട്ട് മിസൈൽ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിറ്റാലിയേഷൻ മോഡിൽ പോയിട്ട് അഗ്രസീവായിട്ട് അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യം, അൺപ്രസിഡന്റൽ മാനറിൽ അറ്റാക്ക് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നിലനിന്നിരുന്നത്. ആ രീതിയിലാണ് ഇസ്രായേൽ തകർത്തടിച്ചുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ ഇസ്രായേലിന് നല്ലൊരു ഡോമിനൻസ്, എയർ ഡോമിനൻസ്, ഒരു അപ്പർ ഹാൻഡ് കിട്ടിയ രീതിയിലാണ് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ജയിൽ അറ്റാക്ക് ചെയ്തു, ഈ ജയിലിലൊക്കെ കാഷ്വാലിറ്റീസ് ഉണ്ടെന്ന് ഇന്ന് ഇറാൻ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്ര പേരുണ്ട്, എന്താണ്, ആരൊക്കെ എന്നുള്ള പേര് വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. കാഷ്വാലിറ്റീസ് ഉണ്ടെന്നുള്ള രീതിയിൽ, അത് ഈ ഒരു ആക്രമണത്തിനെ ഗണ്ണിക്കുന്ന രീതിയിൽ പറഞ്ഞതായിട്ട് വേണമെങ്കിൽ കരുതാം. അങ്ങനെയൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പരസ്പരം രണ്ടുപേരും തമ്മിൽ ഇതുവരെ ഒരു വെടിനിർത്തൽ ഔപചാരികമായിട്ട് അംഗീകരിച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ ട്രംപ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ചില പോയിന്റുകൾ, അതായത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ട്രംപിൻ്റെ ആ ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നത്. നെതന്യാഹുമായിട്ടൊരു കോൾ ഉണ്ടായിരുന്നു. നെതന്യാഹുമായിട്ടുണ്ടായ കോളിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇറാൻ്റെ ഉള്ളിൽ ഓൾമോസ്റ്റ് ഇസ്രായേലിന് നേടേണ്ട കാര്യങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. ഭരണം അട്ടിമറിക്കുക, ഈ ഭരണ തുടർച്ച ഉണ്ടോ ഇല്ലയോ
ഇതെല്ലാം തന്നെ ഇറാന്റെ ജനങ്ങളും അവിടെ ഒരു ബദൽ ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആംഡ് ഫോഴ്സ് ട്രൂപ്പ് അവിടെ ഉണ്ട്. അത് റൈസ പെഹ്ലവിയുടെ ആ ഒരു സപ്പോർട്ടോടുകൂടി പ്രവർത്തിക്കുന്ന IRGCക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടന അവിടെ ഉണ്ട്. അപ്പോൾ അത് അവർ ത്രൂ നടത്തേണ്ട വിഷയമാണ്. അതിനുവേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രീതിയിൽ ഇസ്രായേൽ അവിടെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ വരെ അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ രാവിലെ 7 മണിക്ക് അവസാനത്തെ മിസൈൽ ഞങ്ങൾ ഇസ്രായേലിലേക്ക് വിടുകയാണ് എന്നുള്ള നിലയിൽ ഇറാൻ പറഞ്ഞുകൊണ്ട് ഒരു മിസൈൽ വിട്ടിട്ടുണ്ട്. അങ്ങനെ ബീർഷുവയിൽ വീണ്ടും ആക്രമണം നടത്തി. ഏതാണ്ട് 4 പേര് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് രാവിലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ. ഇന്നലെ രാത്രി 3ഉം 4ഉം തവണ ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലോട്ട് മിസൈൽ പ്രൊജക്ഷൻസ് ഉണ്ടായിരുന്നു, 4 വേവായിട്ട്. ഇസ്രായേൽ അവസാനം ഏർലി മോർണിംഗിൽ തന്നെ ഒരു കമന്റ് കൊടുത്തു, എല്ലാവരും തന്നെ ബങ്കറിനുള്ളിൽ പോയിട്ട് കതവടച്ച് കിടന്ന് ഉറങ്ങുക, അല്ലാതെ ഇവിടെ വെളിയിൽ ആരും ഇറങ്ങി വരണ്ട എന്നുള്ള ഒരു പെർമനന്റ് മെസ്സേജാണ് കൊടുത്തത്. അതായത് ഇവർ ഏത് സമയത്ത് മിസൈൽ അറ്റാക്ക് നടത്തും, ഇവർ സീസ് ഫയർ അംഗീകരിക്കുന്നുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ന്യൂസും തന്നെ പുറത്തു വന്നിട്ടില്ല. ഈ ട്രംപ് 2 രാജ്യങ്ങൾക്കും നന്ദി, നിങ്ങൾ സീസ് ഫയറിനെ സമ്മതിച്ചതിന് നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ട പാടെ ആ ഒരു പോസ്റ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് അബ്ബാസ് അരക്ചി, ഞാൻ എവിടെയും മീറ്റിംഗിൽ പങ്കെടുത്തിട്ടില്ല, ഞാൻ ഇസ്രായേലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല, പിന്നെ ആരാണ് ഈ സീസ് ഫയറിന് സമ്മതിച്ചത് എന്നുള്ള നിലയിൽ ചോദ്യം ഉയർത്തിക്കൊണ്ട് ഒരു ട്വിറ്റർ പോസ്റ്റ് അത് ഞാനിവിടെ വെക്കുന്നുണ്ട്. ആ ട്വിറ്റർ പോസ്റ്റ് വന്നതോടുകൂടി ട്രംപ് വീണ്ടും ഒരു പോസ്റ്റ്, അതായത് ഇറാൻ ഇസ്രായേൽ നിങ്ങൾ രണ്ടുപേരും നാളെ എന്നെ വന്ന് മീറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ സൈമൾട്ടേനിയസ്ലി ഒരേ സമയം തന്നെ വരാൻ ശ്രമിക്കുക, നമുക്ക് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു പീസ് കൊണ്ടുവരാനുള്ള ഒരു സമയം എടുത്തിരിക്കുന്നു എന്നുള്ള നിലയിൽ വീണ്ടും ഒരു പോസ്റ്റ്. അപ്പോൾ ഇതിന് മുമ്പ് ഇട്ട പോസ്റ്റോ ഏതാണ്ട് സീസ് ഫയർ അംഗീകരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരിക്കും എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത്? ഇത് എവിടേക്കോ ചില നൂലാമാലകളുണ്ട്. ശരിക്കും ഇതിനകത്ത് ട്രംപിന്റെ ഒരു ഡിപ്ലോമസി, അതായത് അമേരിക്കയുടെ ആ ഒരു സെക്യൂരിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ഇറാന്റെ ഖത്തറിലേക്കുള്ള മിസൈൽ വിക്ഷേപണം. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന് ഖത്തർ ഞങ്ങളുടെ സോവറിനിറ്റിയെ ചോദ്യം ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അമേരിക്കയുടെ സൈഡിൽ അമേരിക്കൻ ബേസ് ഈ അറബ് രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലുമുണ്ട്. പറഞ്ഞാൽ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു പവറും കൂടിയാണ്. പവർ എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബേസ് നമ്മുടെ രാജ്യത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ നമ്മളെ അത്ര എളുപ്പത്തിൽ അറ്റാക്ക് ചെയ്യില്ല എന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു മിലിറ്ററി സ്ട്രാറ്റജിക്കൽ ട്രസ്റ്റ് അവിടെ നഷ്ടപ്പെടുമെന്ന് ട്രംപിന് ബോധ്യം വന്നു. എങ്ങനെയെങ്കിലും ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് എസ്കലേറ്റ് ആവാനിരിക്കുന്ന ഈ ഒരു യുദ്ധം തടയണം എന്നാണ് ട്രംപ് തീരുമാനിച്ചത്. കാരണം ഇത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇറാൻ തുടരെ മിസൈൽ ഇങ്ങനെ വിട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് നമുക്കുള്ളത് നമുക്കും ചെയ്യാമെന്നുള്ള രീതിയിൽ ഇവരും തിരിച്ചങ്ങ് വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തടയാൻ വേണ്ടിയിട്ടാണ് ട്രംപ് സ്വമേധയായിട്ട് ഒരു പോസ്റ്റാണ് ഈ ട്രൂത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട്. ഇസ്രായേലും ഇറാനും തമ്മിൽ വൈകാതെ തന്നെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹു ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട് 2 ദിവസത്തിനുള്ളിൽ തീരുമാനമാക്കാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഒരു 2 ദിവസത്തിനകത്ത് ഒരു സീസ് ഫയറിന്റെ പ്രപ്പോസൽ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ട്രംപിന് ഓൾറെഡി തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് ഒരു 6 മണിക്കൂർ ടൈം ലൈൻ കൊടുത്തത്. ഒരു 6 hours ടൈം ലൈനിനുള്ളിൽ നിങ്ങളൊരു കൺസോളിഡേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഇന്റർണൽ ഗവൺമെന്റ്, ഇത് 6 hours എന്ന് പറയുന്നത് ഇസ്രായേലിനും ഇറാനും അവരവരുടെ രാജ്യങ്ങളിൽ നിന്നും തീരുമാനിക്കാനുള്ള അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാവുമല്ലോ. ഇസ്രായേലിന് ഒരു 6 മണിക്കൂറിൽ തീരുമാനിക്കാം, ഇറാനും ഒരു 6 മണിക്കൂറിൽ തീരുമാനിക്കാം. ട്രംപ് പ്രപ്പോസ് ചെയ്ത ഒരു സീസ് ഫയറുമായിട്ട് മുന്നോട്ട് പോകണോ വേണ്ടയോ, എന്താണ് സാഹചര്യങ്ങൾ എന്നുള്ള നിലയിൽ തീരുമാനിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ഫേസ് 6 hours കൊടുത്തത്. പിന്നെ കൊടുത്തിരിക്കുന്നത് 12 to 24 hours. പിന്നെ വരുന്ന അടുത്ത 12 to 24 hours സീസ് ഫയറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തകൃതിയായിട്ട് മുന്നോട്ട് നീക്കാം. അപ്പോൾ ആ ഒരു 12 to 24 hours യുഎസുമായിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ട്രംപ് പോസ്റ്റ് സ്വമേധയായിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോഴാണ് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിൽ ട്രംപ് ഇടപെട്ടു എന്ന് പറഞ്ഞിട്ട് ആൾ ഇതേപോലൊരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പോസ്റ്റും ആ പോസ്റ്റും തമ്മിൽ നല്ല കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രംപിന് തോന്നുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഇടാൻ ഒരു മടിയും കാണിക്കാതെ വളരെ ഫേക്ക് ആയിട്ടാണെങ്കിൽ ഫേക്ക് ആയിട്ട്, റിയാലിറ്റിയോട് ഒട്ടും തന്നെ ചേർന്ന് നിൽക്കാത്ത രീതിയിൽ പുള്ളിക്ക് എന്തെങ്കിലും തോന്നുന്നെങ്കിൽ ആ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ് ഇടാൻ ഒരു മടിയും കാണിക്കാത്ത ആളാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ട്രംപിന്റെ ഫസ്റ്റ് പോസ്റ്റ് സീസ് ഫയറിന് അംഗീകരിച്ചെന്നും രണ്ടാമത്തെ പോസ്റ്റ് രണ്ടുപേരും കൂടെ വന്ന് എന്നെ കണ്ട് സംസാരിച്ചിട്ട് സീസ് ഫയറുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഉപദേശം കൂടി വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ഗ്ലോബൽ ലീഡർ, പുതിയ ഗ്ലോബൽ ലീഡർ ഉണ്ടല്ലോ, ഇമ്മാനുവൽ മാക്രോൺ വന്നിട്ട് ഒരു പോസ്റ്റ്, അതായത് US ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം ആക്രമിച്ചത് ഇന്റർനാഷണൽ ലോയുടെ വയലേഷൻ ആണ് എന്നും പറഞ്ഞു. മാക്രോൺ ഇത് പറഞ്ഞ പാടെ ഇറാന്റെ ഉള്ളിൽ നിന്നും അൽ മയാദീൻ എന്ന് പറഞ്ഞ ഒരു മീഡിയയിൽ ഒരു ഇറാനിയൻ റെപ്രസെൻറ്റേറ്റീവ് IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അയാൾ വന്നിട്ട് ഇസ്രായേൽ പേടിച്ചിട്ടാണ്, അവരുടെ കയ്യിൽ ഇനി ആയുധങ്ങളൊന്നുമില്ല, അവരെ കൊണ്ട് ഇനിയിപ്പം ഒരു രീതിയിലുള്ള ആക്രമണങ്ങളും ഇറാനിലേക്ക് നടത്താൻ സാധിക്കില്ല, നമ്മൾ അയച്ച മിസൈലുകളിൽ, അതായത് ഇറാൻ അയച്ച മിസൈലുകൾ കൊണ്ട് ഇസ്രായേൽ തവിട് പൊടിയായി തകർന്നു, ഇനി അവർക്ക് ഒരു രീതിയിലും മുന്നോട്ട് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് അവർ സീസ് ഫയർ ചോദിക്കുന്നത്, അമേരിക്കയുമായിട്ട് ചേർന്ന് ഒരു നാടകം നടത്തിക്കൊണ്ട് ഇറാനെ സീസ് ഫയറിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളി കൊടുക്കുന്നത്. ഈ പോസ്റ്റ് വന്ന പാടെ ഇസ്രായേൽ എന്ത് ചെയ്ത്, രാവിലെ 3 മണിയാണ് ഈ പോസ്റ്റ്, 3-3:15 ആകുമ്പോഴത്തേക്കാണ് ഈ പോസ്റ്റ് വരുന്നത്. 3:30 തന്നെ അടുത്ത അറ്റാക്ക് ഇറാന്റെ ഉള്ളിൽ, അതായത് ചോദിച്ച് മേടിക്കുകയാണ്. നേരെ ഫൈറ്റർ ജെറ്റുകൾ എടുക്കുക, 30 മുതൽ 40 ഫൈറ്റർ ജെറ്റുകൾ വീണ്ടും
പോയി ഇറാന്റെ മേളിൽ പുതിയ ടാർഗറ്റ്. അതേപോലെ ഞാൻ ഈ വീഡിയോ ഇവിടെ വെക്കുന്നുണ്ട്. കറാച്ച്, ഇറാനിലെ കറാച്ച് എന്ന് പറഞ്ഞ ആ റീജിയനിൽ മൊത്തത്തിൽ തകർത്ത് തൂത്തുപറക്കി അറ്റാക്ക്. അത് കഴിഞ്ഞ് തെഹ്റാൻ, തലസ്ഥാന നഗരമായിട്ടുള്ള തെഹ്റാനിൽ വീണ്ടും അറ്റാക്ക്. ഏതാണ്ട് 3:30 തുടങ്ങിയ ഒരു എയർ സ്ട്രൈക്ക് 4:45 വരെ തുരിതര എയർ സ്ട്രൈക്ക് ഇറാന്റെ ഉള്ളിൽ. ഇങ്ങനെയൊക്കെയാണ് ചോദിച്ചു മേടിക്കുന്നത്. ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയും കൂടി ഇസ്രായേൽ വധിച്ചിട്ടുണ്ട് ഇറാന്റെ ഉള്ളിൽ. അത് ഇന്ന് രാവിലെ സംഭവിച്ചാണ്. മുഹമ്മദ് റെയ്സ സെദിഗി എന്ന് പറഞ്ഞ ഒരു ന്യൂക്ലിയർ സയന്റിസ്റ്റിനെയും കൂടി ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇറാൻ പുതിയ സ്റ്റേറ്റ്മെന്റ്, അപ്പം ഞങ്ങൾ ലാസ്റ്റ് മിസൈൽ ട്രംപ് പറഞ്ഞ ഒരു സീസ് ഫയർ പോളിസി ഒബേ ചെയ്തുകൊണ്ട് അത് രണ്ടുപേർക്കും ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ ഞങ്ങൾ 7:30 ഞങ്ങളുടെ അവസാനത്തെ മിസൈൽ അയക്കുകയാണ്. ഇനി ഇസ്രായേലാണ് ഇത് ഒബേ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റോട് കൂടി അവർ ലാസ്റ്റ് മിസൈൽ വിട്ടത്. ഇപ്പൊ ആരാണ് സീസ് ഫയറിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. കാരണം ട്രംപ് ജസ്റ്റ് ഒന്ന് ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണ് ഇറാൻ കൊത്തുന്നോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇസ്രായേലിന്റെ ഭാഗത്തുള്ള തീരുമാനം ട്രംപിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു 2 ദിവസത്തെ ടൈം ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളിൽ ഞാൻ ഈ ഒരു ആക്രമണത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ട്രംപിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിനകത്ത് ഒരു ഐഡിയ ഇല്ലാതെ, യാതൊരു എത്തുംപിടി ഇല്ലാതെ മിസൈലുകൾ തുരിതര അയച്ചുകൊണ്ടിരുന്നത് ഇറാനാണ്. അപ്പൊ ഇറാൻ ഇപ്പൊ ആ ചൂണ്ടയിൽ കൊത്തിയിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഇറാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് 7:30 ഞങ്ങൾ ലാസ്റ്റ് മിസൈൽ അയക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിട്ടതിന് ശേഷം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് അതായത് സീസ് ഫയറിനൊക്കെ ഞങ്ങൾ ഓക്കെയാണ്. കാരണം ഇസ്രായേലിന് ഇറാന്റെ ഉള്ളിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിലും ഡാമേജസ് സംഭവിച്ചിട്ടുണ്ട്. ഇറാന്റെ മിസൈലുകൾ വീണിട്ട് കുറെ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഒരു 30 പേരിൽ താഴെ ഒരു 28ഓളം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 1000-ലേറെ ആൾക്കാർക്ക് ഗുരുതരമായ പരിക്കും ഹോസ്പിറ്റലൈസ്ഡുമാണ്. പക്ഷെ നേരെ മറിച്ച് ഇറാന്റെ ഉള്ളിൽ ഏതാണ്ട് 500+ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ 3000-ലധികം ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡുമാണ്. ഇന്നലെ പകലിലും ഇന്നലെ രാത്രിയും നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ ഉള്ളിൽ 1500-ലേറെ ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 5000-ലധികം ആൾക്കാർ ഹോസ്പിറ്റലൈസ്ഡ് ആവാനുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനിയിപ്പോൾ ഇറാന്റെ ഉള്ളിൽ നിന്നും ഇതിന്റെ വിശദമായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് നിലവിലെ സ്ഥിതിഗതികൾ. അപ്പൊ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സീസ് ഫയറിന് ഓക്കെയാണ്, പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ഭാഗത്തു നിന്ന് ഒരു വയലേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വന്ന് തുരിതര അറ്റാക്ക് നടത്തും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതുവരെ ഒഫീഷ്യലി സീസ് ഫയർ 2 രാജ്യങ്ങളും കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ട്രംപ് ഇട്ട ചൂണ്ടയിൽ ഇറാൻ കൊത്തിയത് കൊണ്ട് ഒരു ചർച്ച മുന്നോട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ട്രംപ് പ്രപ്പോസ് ചെയ്ത രീതിയിൽ അത് എങ്ങോട്ട് പോകും എന്നുള്ളത് നമ്മൾ ഇനി കണ്ടറിയണം. ഇതിലുപരിയായിട്ട് ഈ സീസ് ഫയറിന്റെ കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റുകളൊക്കെ വന്ന ഉടനെ ഈ അറബ് രാജ്യങ്ങൾ, GCC കൺട്രീസ്, അവർ ഒരു അവസരം നോക്കിയിരുന്ന കണക്ക് ഇറാനെതിരെ തുരിതര കണ്ടംപ്റ്റ്, അവരെ കണ്ടംപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഉള്ള ആൾക്കാരാണ്. അവർ അപ്പോഴേ മീറ്റിംഗ് കൂടും, ഉടനെ തന്നെ അതിനെ കണ്ടംപ്റ്റ് ചെയ്യും. ഇതാണ് അവർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് അവർക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് ഇറാനെതിരെ മിഡിൽ ഈസ്റ്റിലുള്ള GCC രാജ്യങ്ങൾ, മറ്റുള്ള രാജ്യങ്ങൾ, ഈജിപ്റ്റ് ആയിക്കോട്ടെ, കുവൈറ്റ് ആയിക്കോട്ടെ, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്താർ, ഇവരൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ ഇറാനെതിരെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അതായത് ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഒരു മൊമെന്റിൽ ഇറാന്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആക്രമണം എസ്കലേറ്റ് ആയി മുന്നോട്ട് പോകുന്നെങ്കിൽ GCC രാജ്യങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. മനസ്സിനുള്ളിൽ വെച്ചിരുന്ന ഒരു വിദ്വേഷം ഇന്നലെ ഇറാൻ ഒരു ആക്രമണം നടത്തി അതിനെ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. GCC രാജ്യങ്ങളുടെ ആ ഒരു പ്രസ്താവനയിൽ നിന്നും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ രീതിയിൽ ട്രംപിന്റെ സീസ് ഫയർ പ്രപ്പോസലൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ വീണ്ടും സീസ് ഫയർ വയലേഷൻ നടത്തിയതായിട്ട് ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. രാവിലെ 7:30 ലാസ്റ്റ് മിസൈലാണ് എന്ന് പറഞ്ഞ് ഒരു മിസൈൽ വിട്ടതിന് ശേഷം ഇത് വീണ്ടും ഒരു മിസൈൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിലോട്ട് നടത്തിയിരിക്കുകയാണ്. ഇതിലേതാണ്ട് 4 പേര് കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേലിന്റെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് IDF-ന് ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്, റെസ്പോണ്ട് ഫോഴ്സ്ഫുള്ളി ഇൻ ഹാർട്ട് ഓഫ് തെഹ്റാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് വീണ്ടും ആഫ്റ്റർനൂൺ തെഹ്റാനിലേക്ക് പോവുകയാണ് IDF. ഇതാണ് നിലവിലെ അവസ്ഥ. സീസ് ഫയർ ഒക്കെ പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. ഇതിലുപരിയായിട്ട് റഷ്യ ഇന്നലെ ഇറാൻ നടത്തിയ ഒരു ബ്രേവ് അപ്രോച്ച് എന്ന് പറഞ്ഞ് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. റഷ്യയ്ക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ മാത്രമേ ഇപ്പോൾ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു ജോലി റഷ്യ വളരെ വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും സീസ് ഫയർ ഒക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. വീണ്ടും തകൃതിയായിട്ട് ആക്രമണങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം കാണാൻ കഴിയുന്നത്. ഇതാണ് നിലവിലെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇടപെടലോടുകൂടി നടക്കുന്ന ചില മീഡിയേഷൻ ചർച്ചകളൊക്കെ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.